നമസ്കാരം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നമ്മളൊരു യാത്രയിലാണ്. അപ്പം നമ്മൾ ഇന്ന് അഞ്ചുതെങ്ങ് ഫോർട്ട്, അതായത് ഏകദേശം 300 വർഷം പഴക്കമുള്ള ഒരു ചരിത്ര സ്മാരകം കാണാനായിട്ടാണ് പോകുന്നത്. ചിറയൻകീഴ് താലൂക്കിലാണ് അഞ്ചുതെങ്ങ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ എല്ലാ ഭംഗിയും നമുക്ക് റോഡിന് ഇരുവശത്തും കാണുവാൻ സാധിക്കുകയുണ്ട്. യാത്രാമധ്യം ഞങ്ങൾ കണ്ട ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതാണ് ആ മുതലപ്പുഴി. കടലും കായലും ഒന്നിക്കുന്ന മനോഹരമായ കാഴ്ച സഞ്ചാരികൾക്ക് പ്രദാനം ചെയ്യുന്ന ഒരു മനോഹരമായ സ്ഥലം. സായാഹ്ന സമയങ്ങളും മറ്റും ചെലവിടാൻ വളരെയധികം ആളുകൾ ഈ സ്ഥലത്ത് എത്തിച്ചേരാറുണ്ട്. കുറച്ചും കൂടെ മുന്നിലേക്ക് പോയപ്പോൾ റോഡിന് അരികിൽ നിന്ന് തന്നെ ഞങ്ങൾ കണ്ട ഒരു കാഴ്ചയാണ് കടൽ ഏകദേശം റോഡിന് അടുത്തെത്തിയിരിക്കുന്ന ഒരു വ്യൂ. അപ്പോൾ ഇവിടുത്തെ റോഡും മറ്റും ഒരു ഭാഗത്തുനിന്ന് കുറച്ചൊന്ന് ഇടിഞ്ഞു പോയായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും അടുത്തായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് 320ഓളം വർഷം പഴക്കമുള്ള ആ ചരിത്ര സ്മാരകത്തിന് മുന്നിൽ. ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെയും സമര പോരാട്ടങ്ങളുടെയും നേർസാക്ഷിയ ഒരു ചരിത്ര സ്മാരകമാണിത്. അഞ്ചുതെങ്ങ് ഫോർട്ടിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, 1695 ഈസ്റ്റ് ഇന്ത്യ കമ്പനി വ്യാപാര ആവശ്യത്തിനായി ആറ്റിങ്ങൽ റാണിയുടെ അനുമതിയോടുകൂടി പണികഴിപ്പിച്ച കോട്ടയാണിത്. ഇതാണ് ഫ്രണ്ട്സ് അഞ്ചുതെങ്ങ് കോട്ടയിലെ ആ പുരാതന രഹസ്യപാത. അപ്പോൾ ഈ പാത ഉപയോഗിച്ചിരുന്നത് കപ്പലിൽ നിന്ന് സാധനങ്ങൾ കോട്ടയ്ക്കുള്ളിലേക്ക് എത്തിക്കുന്നതിനും കോട്ടയിൽ നിന്ന് സാധനങ്ങൾ കപ്പലിലേക്ക് എത്തിക്കുന്നതിനുമായി ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന പാതയായിരുന്നു ഇത്. എന്നാൽ ഇത് പിൽക്കാലത്ത് അടയ്ക്കുകയുണ്ടായി. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാം, അവിടെ കോൺക്രീറ്റ് ചെയ്തിപ്പോൾ അത് സീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ്, അഞ്ചുതെങ്ങ് ഫോർട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് കടലിലേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് അഞ്ചുതെങ്ങ് ഫോർട്ടിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഫ്രണ്ടിൻ്റെ. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാം പീരങ്കികളും മറ്റും ഉറപ്പിക്കാനുള്ള ഓരോ ഭാഗങ്ങൾ, അതായത് ഓരോ ചതുരഭാഗങ്ങളായിട്ടുള്ള ഗ്യാപ്പ് ഓരോ തൂണുകളിലും കാണാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഫോർട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ നമ്മൾ കണ്ട ഒരു കല്ലാണ്. അപ്പോൾ ആ കല്ലിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ചുണ്ണാമ്പ് കല്ലുകളും ചെറിയ ജിപ്സം പോലെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് അതിനെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അക്കാലത്ത് ഇത്തരം മെറ്റീരിയലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് സിമൻറ്റിന് പകരമായിട്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷ് പട്ടാളം ഇത് അവരുടെ കുരുമുളക് സംഭരണ കേന്ദ്രമായാണ് ഉപയോഗിച്ചതെങ്കിലും പിൽക്കാലത്ത് ഈ കോട്ട അവരുടെ ആയുധങ്ങൾ ശേഖരിക്കുന്ന സ്ഥലമായി അവർ ഉപയോഗിച്ചു പോയിരുന്നു. തൂണുകളെ പറ്റിയുള്ള ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, അപ്പം ഈ സമരകാലത്തിലും മറ്റും സമര പോരാളികളായിട്ടുള്ള ആൾക്കാരെയും മറ്റും പണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് ഈ കൽത്തൂണുകളെന്നാണ് പറയുന്നത്. അപ്പം ഈ കൽത്തൂണുകളിൽ അവരെ കെട്ടിയിട്ട് അവരെ പണിഷ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് ബ്രിട്ടീഷ് പട്ടാളം. നോക്കിയപ്പോൾ എന്തുമാത്രം ഒരു എന്താ പറയുക, എത്രയോ സമരസേനാനികളുടെ വേദന അറിഞ്ഞതായിരിക്കും ഈ തൂണുകൾ അല്ലേ. അപ്പോൾ നമുക്കിനി മുകളിലുള്ള കാഴ്ചകളും കൂടെ കാണാം. അപ്പോൾ നമ്മൾ ഈ സൈഡിൻ്റെ നമ്മുടെ ഈ തൂണിൻ്റെ പിൻഭാഗത്ത് കണ്ടില്ലേ, അപ്പോൾ ഇവിടെ 2 ഡ്രമ്മൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ആ വഴി കൂടെ ആരും യാത്ര ചെയ്യാതിരിക്കാൻ, അതായത് ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇതിൽ നിന്നൊക്കെ ആൾക്കാർ തെന്നി വീഴാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പം ഇടുങ്ങിയ വഴിയാണ്, അപ്പം കോട്ടയുടെ ആ മുകളിൽ വഴി കൂടെ ഉള്ളു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഒരു എൻട്രൻസിലൂടെ കയറാൻ പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ അടുത്ത എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആ സൈഡിലായിട്ടാണ് വരുന്നത്, കണ്ടില്ലേ ഇവിടെ പിന്നിൽ ആ കാണത്തെ. അപ്പോൾ ആ സൈഡിലാണ് അടുത്ത എൻട്രൻസ്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് കോട്ടയുടെ അകത്ത് നിന്നുള്ളൊരു വ്യൂ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്ന വഴി ഈ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് അതിൻ്റെ മുകളിലേക്കുള്ള വഴിയാണ്. ഇനി കൽപ്പടവുകളാണ്, കണ്ടില്ലേ പണ്ടത്തെ കാലഘട്ടത്തിൽ ആ കല്ലുകളും മറ്റുമാണിത്. ഒരു 300 വർഷമായിട്ടും ഇതിനൊന്നും ഒരു കോട്ടവും തട്ടാതെ നിലനിൽക്കുന്നു എന്ന് കാണുമ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക, അഭിമാനത്തിൻ്റെ ഒരു കാര്യമാണ്. ഇപ്പോൾ ലൈറ്റ് ഹൗസിൽ ഇപ്പം പ്രവേശനം ഇല്ല, ഇപ്പം അടഞ്ഞു കിടക്കുകയാണ് ലൈറ്റ് ഹൗസിൻ്റേത്. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഈ കോട്ടയ്ക്കുള്ളിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ്.
ഫ്രണ്ട്സ്, ഇതാണ് കോട്ടയുടെ വലത് ഭാഗത്ത് നിന്ന് കടലിലേക്കുള്ള വ്യൂ. അപ്പോൾ ഇവിടെ നമുക്ക് പീരങ്കികൾ ഉറപ്പിക്കുന്ന ഭാഗങ്ങളും മറ്റും കാണാവുന്നതാണ്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഈ കോട്ടയുടെ വിശേഷങ്ങളെല്ലാം നിങ്ങളൊരു പങ്കുവച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ ഫോർട്ടിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇതുപോലുള്ള മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.